ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 18 യാത്രക്കാർ മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ഇന്ത്യൻ റെയിൽവേ രംഗത്ത്. ട്രെയിനുകൾ റദ്ദാക്കിയിട്ടില്ലെന്നും പ്ലാറ്റ്ഫോം മാറ്റം പ്രഖ്യാപിച്ചിട്ടില്ലെന്നുമാണ് ഇന്ത്യൻ റെയിൽവേ നൽകുന്ന വിശദീകരണം. പ്രയാഗ്രാജ് എക്സ്പ്രസിൽ കയറാൻ 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മഹാകുംഭമേളയ്ക്കെത്തിയ ഭക്തർ ഒത്തുകൂടിയപ്പോഴാണ് സംഭവമുണ്ടായതെന്ന് നോർത്തേൺ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഹിമാൻഷു ശേഖർ ഉപാധ്യായ പറഞ്ഞു. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി വൈകുന്നേരം 5 മുതൽ 6 വരെ പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയിരുന്നുവെന്നും ഉപാധ്യായ കൂട്ടിച്ചേർത്തു. പ്രയാഗ്രാജിലേക്കും തിരിച്ചും 350 മുതൽ 400 വരെ ട്രെയിനുകൾ സർവീസ് നടത്തിയിരുന്നു. സംഭവസമയം വലിയ ജനക്കൂട്ടം പ്ലാറ്റ്ഫോം നമ്പർ 14-ൽ നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 12-ലേക്ക് നടപ്പാതയിലൂടെ നീങ്ങിയതാണ് ദുരന്തത്തിന് കാരണമായത്. അപ്രതീക്ഷിതമായി വലിയൊരു കൂട്ടം ഭക്തരുടെ പെട്ടെന്നുള്ള നീക്കമാണ് തിക്കും തിരക്കും സൃഷ്ടിച്ചത്. പിന്നാലെ 14, 15 പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള പടികളിൽ നിന്ന് ഒരു യാത്രക്കാരൻ വഴുതി വീണതോടെയാണ് സ്ഥിതി നിയന്ത്രണാതീതമായത്. എന്നാൽ പോലീസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഒരേ പേരിലുള്ള 2 ട്രെയിനുകൾ ഉണ്ടാക്കിയ ആശയക്കുഴപ്പമാണ് അപകട കാരണമായതെന്ന് പറയുന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ റെയിൽവേ മന്ത്രാലയം ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 2 ഉന്നത ഭരണസംഘ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സമിതി CCTV ദൃശ്യങ്ങളും മറ്റ് രേഖകളും പരിശോധിക്കും. അതേസമയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും നിസ്സാര പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.